ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തുടക്കത്തിലേ കണ്ട് കാണുമല്ലോ ഗോൾഗപ്പ കഴിക്കുന്നത്. അത് കഴിച്ച് ഇന്ന് ഗോൾഗപ്പ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നീ അടിച്ചോണോ അല്ല ജൂലി ബോൾ എടുക്കും. ഇത് ജൂലിയുടെ അല്ല, ഇത് കൃപയുടെ കാപ്പാട്ടമാ. ഓ, നമുക്ക് ഗോൾഗപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വന്ന്. അതെന്ത് പടിയാ പോകുന്നത്? കൃപയ്ക്ക് ടോയ്സ് ഉണ്ടോന്നല്ലോ. കാണിക്കണേ, നോക്കട്ടെ, കാണിക്കും. മമ്മി വീഡിയോ എടുക്കട്ടെ. ഇവള് കുറച്ച് ദിവസം കൊണ്ട് ഇത് വേണം പറയാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. താങ്ക് യു. ആരോടാ? എനിക്ക് വേണ്ട. ജൂലിയും കൂടെ ഇറങ്ങേ. ജൂലി ഓൺ ചെയ്തില്ല. ആടെ വരുന്നേ. ജൂലി എന്തോ കിട്ടി അവിടുന്ന് പാപ്പം? അപ്പോൾ ഗോൾഗപ്പ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങ് നമുക്ക് കഴുകിയിട്ട് അത് കുക്കറിൽ വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം പീൽ ചെയ്തെടുക്കണം. പിന്നെ അതേപോലെ നമുക്ക് വേണ്ടത് ആട്ട, പിന്നെ റവ, ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, ഇത് മതി കേട്ടോ. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്തിട്ട് നമുക്കൊരു 20 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ എടുക്കണം. കാരണം നമ്മളൊഴിച്ച റവയുണ്ടല്ലോ, ഇട്ട റവ, ആ റവയെല്ലാം ഒന്ന് കുതിർന്ന് അത് ടൈറ്റ് ആവും. പിന്നെ നമുക്ക് രണ്ടാമതൊന്നുകൂടെ കുഴക്കേണ്ടി വരും. അപ്പോൾ വീഡിയോയിൽ കാണാവേ. അപ്പോൾ എണ്ണ ഒഴിച്ച് ഞാൻ അതൊന്ന് തൂത്ത് സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ അപ്പോഴത്തേക്കും ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമ്മൾ ഇനി പച്ചവെള്ളത്തിലിട്ട് അതിൻ്റെ തൊലിയെല്ലാം പൊളിച്ചെടുത്തിട്ട് നമുക്കത് ഉടച്ചെടുക്കണം. പിന്നെ അതേപോലെ വീണ്ടും ഞാനതെടുത്തിട്ട് ഒന്നുകൂടെ മയമായോ നോക്കുന്നുണ്ട്. പക്ഷെ അത് മയമായിട്ടില്ല കേട്ടോ. ഇത് പുളിയാണേ, പുളി ഒന്ന് കുഴക്കാം. എടി എന്തുവാടി പോടി അപ്പുറത്ത്. ഇല്ല, മല്ലിയില എടുത്തില്ല. ഇത് വെച്ചിട്ടില്ല ഞാനിപ്പോ ചെയ്യുന്നത്. എനിക്ക് നമ്മ ഇതൊന്നും മിക്സ് ചെയ്ത് വെക്കട്ടെ. നമ്മൾ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് തുണി നനച്ച് വെച്ചിട്ടുണ്ട്. അതിരിക്കട്ടെ. നമ്മൾ കടല വേവിക്കാൻ വെക്കുവാണേ. ഗൈസ്, നമ്മൾ ഇതേടെ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. സവാള അരിഞ്ഞിട്ടുണ്ട്, മല്ലിയില ഉണ്ട്, ഇത് ജീരകം, പിന്നെ ഇത് പൊട്ടറ്റോ പുഴുങ്ങിയത്, പിന്നെ നമ്മുടെ ചാട്ട് മസാല, കടല വേവിച്ചത്, നമ്മൾ പുളി വെള്ളത്തിട്ട് വെച്ചേക്കുന്നത്. നമ്മളിവിടെ മാവ് എടുത്തിട്ടുണ്ട്. മാവ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ എത്ര പച്ചമുളക് ഉണ്ടെന്ന്? 6 പച്ചമുളകും പിന്നെ 2 കഷ്ണം ഇഞ്ചി, പിന്നെ മല്ലിയില, ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് അരയ്ക്കും. നമ്മൾ വെള്ളത്തിനല്ലേ, വെള്ളം ഉണ്ടാക്കാം. മറ്റേ പുളിവെള്ളം ഉണ്ടല്ലോ ഗൈസ്. അത് നമ്മൾ മിക്സിയിലിട്ട് അരച്ച് അതിൻ്റെ കൂടെ നമ്മൾ പുളിവെള്ളവും കൂടി ഇട്ടൊന്ന് അരച്ച് ലൂസാക്കിയിട്ടുണ്ടേ. ഗൈസ്, ഇത് നമ്മൾ പുളിവെള്ളം സെറ്റാക്കുന്നതാണ്. മറ്റേ ഗോൾഗപ്പ മുക്കി തിന്നാനുള്ള
ഗൈസ് ഇത് പുളിവെള്ളമാണ്. നമ്മൾ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം അരിച്ചെടുത്തതാണ്. അതിനകത്ത് നമ്മൾ അരച്ച് വെച്ച പച്ചമുളകും ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റും പിന്നെ മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഉപ്പ് പിന്നെ അതേപോലെ ചാട്ട് മസാലയും കൂടെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് വെള്ളവും കൂടെ കൂട്ടാൻ കേട്ടോ ആവശ്യത്തിന്. ഇപ്പോൾ നല്ല തിക്കായിരിക്കും ഇത്. ഇതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല കൺസിസ്റ്റൻസി കിട്ടും. ഗൈസ് നമ്മൾ ഉരുളക്കിഴങ്ങ് ഉടച്ചെടുക്കാനാണ്. ഗൈസ് ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തു. ഒരുപാട് അങ്ങ് ഉടഞ്ഞു കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചങ്ങ് വിട്ടാൽ മതി. പിന്നെ അതിനകത്തോട്ട് നമ്മൾ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ മേലെ എഴുതി കഴിഞ്ഞുകൊണ്ട് സവാളയും കടലയും മസാലകളെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ കൈ വെച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ എല്ലായിടത്തും ആ ഒരു മിക്സ് എത്തത്തില്ല. അപ്പോൾ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഉടച്ചങ്ങ് കുഴച്ചെടുക്കണ്ട, മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഗോൾഗപ്പയ്ക്കുള്ള പപ്പടം പൊള്ളിച്ചെടുക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. കാരണം ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. കാരണം വലുതായിട്ട് എടുത്തിട്ട് നമ്മൾ റൗണ്ട് കട്ട് ഷേപ്പ് ചെയ്തെടുത്താലും ആ ഒരു പെർഫെക്റ്റ് കിട്ടത്തില്ല കേട്ടോ. ഹായ് ഗൈസ്, ഓൾറെഡി ഒന്നും കഴിച്ച് നമ്മൾ കഴിച്ചാണിക്കാം കേട്ടോ. എന്നോ പൊട്ടിച്ച് നമ്മുടെ കടലയും വെള്ളമുണ്ട്, പുളി വെള്ളം. ഇത് ഇച്ചിരി കൂടുതലാണ് വേണ്ട. ഞങ്ങൾ ബീഹാറിലാണ്. ഞാൻ ബീഹാറിലാണ് ഫസ്റ്റ് ടൈം കഴിക്കുന്നത്. അതേ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ സാധനം. ഇത് പൊങ്ങാത്ത കേട്ടോ. ഈ പൊങ്ങാത്ത സംഭവത്തിൽ നമുക്ക് ഇങ്ങനെ മസാല വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ മുക്കിട്ട് കഴിയാം. കൊള്ളാം, അടിപൊളി. എന്തായാലും വരും, കഴിക്കൂ. ഞാൻ ഇട്ടോണ്ടിരിക്കുക. എന്ത് പറഞ്ഞാലും ഞാൻ റെക്കോർഡ് നീ എനിക്ക് പറഞ്ഞത് നല്ല ഷോർട്ട് എടുക്കുന്നതിന് ഇത്രയും ധൃതിയാണ്. എങ്ങനെ ഉണ്ട് കൃപ? ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കണം. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.